Watch full episodes on Jio Hotstar. ഈ കൊല്ലത്തിന്റെ ഏറ്റവും വലിയ ജീപ്പ് റേസ് തുടങ്ങാൻ പോവുകയാണ്. ഏറ്റവും വേഗത്തിൽ ജീപ്പ് ഓടിച്ച് വിജയിക്കുന്ന ആൾക്ക് ഒരാഴ്ചക്കുള്ള വേൾഡ് ടൂർ സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും. ആഹാ, കൊള്ളാലോ. ജീപ്പ് റേസ് ഈ കോമ്പറ്റീഷൻ വളരെ വ്യത്യാസമാണല്ലോ. എനിക്ക് വരെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്, അതോ ഇപ്പൊ തന്നെ. ആർക്കറിയാം, ചിലപ്പോ ഞാൻ തന്നെ ജയിച്ചാലോ. പിന്നെ എനിക്ക് വേൾഡ് ടൂറിന്റെ ഒരു ചാൻസ് കിട്ടും. ആ കൊള്ളാലോ. ഞാൻ പോയി പ്രൊഫസറിന്റെ അടുത്ത് ഇതിന് പറ്റിയ വല്ല ഗാഡ്ജറ്റും ഉണ്ടോന്ന് പോയി നോക്കിയിട്ട് വരാം. അതാണ് നല്ലത്. അത് വെച്ച് സ്പീഡ് ടെസ്റ്റ് നോക്കാം. വിഷ്ണാപൂരിലുള്ള ജനങ്ങൾക്ക് ഒരു അത്ഭുതകരമായ അവസരം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ധൈര്യശാലിയാണെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ ഈ ജീപ്പ് റേസിൽ വന്ന് പങ്കെടുക്കും. ഇത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടി ഈ റേസിൽ പങ്കെടുക്കണം. ഹലോ പ്രൊഫസർ, ഗുഡ് മോർണിംഗ്. ബട്ടു, നമുക്കും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. ഹേ കട്ടു, അതുകൊണ്ടാണ് ഞാൻ പ്രൊഫസറിന്റെ അടുത്ത് സ്പെഷ്യൽ ഗാഡ്ജറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. നീ ഇപ്പൊ അവിടെ റിലാക്സ് ആയിട്ട് ഇരുന്ന് നോക്ക്. ഓക്കെ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് ക്രിയേഷൻ? ഓക്കേ ബട്ടു, സ്റ്റാർട്ട്. ഇനി നീ ഇത് ധരിച്ചോളൂ. Oh my God! 50 കിലോമീറ്റർ സ്പീഡാണ് എന്റെ നാക്കിനുള്ളത്. കണ്ടില്ലേ കട്ടു, ഈ റേസ് ഈ ബട്ടുവാണ് ജയിക്കാൻ പോകുന്നത്. ഈ ബട്ടു തന്നെയാ ജയിക്കാൻ പോകുന്നത്. എന്ത്, നിന്റെ നാക്കിന്റെ സ്പീഡോ? ഓഹോ, എന്റെ ബട്ടു, അവര് നോക്കുന്നത് നിന്റെ നാക്കിന്റെ സ്പീഡല്ല, നമ്മൾ ഓടിക്കുന്ന ജീപ്പിന്റെ സ്പീഡാണ്. JEEP, ജീപ്പ്. മനസ്സിലായോ? ഞാനും അത് തന്നെയാണ് ആലോചിച്ചത്. ജീപ്പ് റേസ് എങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആവും? ആവശ്യമില്ലാതെയല്ല എന്റെ സമയം കളഞ്ഞത്. ജീപ്പ് റേസ് എന്ന് വെച്ചാ JEEP. ഞാൻ ടോട്ടലി കൺഫ്യൂസ് ആയി പോയപ്പാ. സോറി. തെറ്റെല്ലാവർക്കും സംഭവിക്കാറുള്ളതല്ലേ ഗട്ടു. എല്ലാ റേസേഴ്സിന്റെ ജീപ്പുകളും എവിടെയാണ് ഉള്ളത്? ഫോളോ മീ. കണ്ടില്ലേ പിള്ളേരെ, എല്ലാ ജീപ്സും എവിടെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്? ഗാഡ്, ഇവിടെ 5 ഇന്റർനാഷണൽ ചാമ്പ്യൻസിന്റെ ജീപ്പുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ കമ്പനിയുടെ പേരാ ചീത്തയാവുക. വിഷമിക്കേണ്ട സാറേ, ഞങ്ങൾ അലർട്ടാണ്. ബട്ടോ, നിങ്ങൾ എത്ര വേണമെങ്കിൽ അലേർട്ടായിട്ടിരുന്നോളൂ. എന്തായാലും ഈ 5 ചാമ്പ്യൻസിനെയും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അവന്മാർക്ക് അറിയില്ല വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. അപ്പൊ ആദ്യത്തെ പേര് എന്താണ് ബോസ്? വായടക്ക്. വാ സാറേ, വലിച്ചങ്ങോട്ട് ഇടറാ. എല്ലാ വണ്ടികളുടെയും എഞ്ചിൻ മോഷ്ടിക്കാൻ പോവാ. ഇതാണ് ആദ്യത്തെ എഞ്ചിൻ. പിന്നെ ഇത് രണ്ടാമത്തെ എഞ്ചിൻ. ബട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നു. അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ബട്ടു, ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജീപ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കും. വേഗം നമുക്ക് തിരിച്ചു പോണം. വേഗം വാ. ജീപ്പുള്ള സ്ഥലത്തേക്ക് പോകാം. എഞ്ചിൻ ഇല്ലാത്ത ജീപ്പ് ഇവർ എങ്ങനെ ഓടിക്കും? ഇനി ഒരിക്കലും അവർക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാനാണ് വിജയിച്ചത്. ഗട്ടുബട്ടു വീണ്ടും വരുന്നുണ്ട് ബോസ്. ഗട്ടുബട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ബോസ്. മിണ്ടാതിരിക്കോ? നിങ്ങൾ എത്ര വേണമെങ്കിലും കളിച്ചോളൂ. ഇന്റർനാഷണൽ പ്ലെയർ ആണെങ്കിലും ശരി, ചെസ് പ്ലെയർ ആണെങ്കിലും ശരി, അവര് നിങ്ങളെ തോൽപ്പിക്കും ബോസ്. നിങ്ങൾക്ക് വായെടുത്ത ഗട്ടുബട്ടുനെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾ എന്റെ സൈഡാണോ അല്ലെങ്കിൽ അവരുടെ സൈഡാണോ? ഇപ്പൊ പറ. ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാകും ബോസേ.
ഞാൻ ഒളിക്കാൻ പോവാ. അവന്മാരെ ഞങ്ങൾ നോക്കിക്കോടാ. യെസ് ബോസ്. ഹേ നിങ്ങളൊക്കെ ആരാ ഇവിടെ എന്തെടുക്കാണ്? ബട്ടു, നമ്മുടെ ഗാർഡ് അവിടെ തലകറങ്ങി കിടക്കുന്നു. ഇടീശ്വരാ, ഈ വണ്ടിയിൽ എഞ്ചിൻ ഇല്ല. എടാ കള്ളന്മാരെ, എഞ്ചിൻ എവിടെയാണെന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഓരോരുത്തന്മാരെ അടിച്ച് പറത്തിക്കളയും ഞാൻ. പറത്തി. ഞാനാണ് ബാബ്ല. ഞാൻ എല്ലാവരെയും കൂട്ടി തബല വായിക്കും. നിന്റെ റേറ്റ് എന്താണെന്ന് പറ. എന്ത് വേണമെങ്കിലും ചോദിക്കേ, അല്ലെങ്കിൽ തബലയെ പോലെ തട്ടിക്കളെ. ഞങ്ങള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചാണ്. വാ വാ വാ, ഇതാ വാങ്ങിച്ചോ. അവനടിക്കേ. ഇവൻ തബല കൊട്ടാണോ അതോ പോളിഷിയാണോ? അതെ ബട്ടു, എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് ചെയ്യാം, കുറച്ച് എണ്ണ തേച്ചേക്കാം. അപ്പൊ ഇനി നന്നായിട്ടുണ്ടാവും. നന്നായിട്ടുണ്ടെന്നോ? ഇപ്പൊ കാണിച്ചുതരാം. എന്താ ബട്ടു ഇത്? ഇയാള് ശരിക്കും തബല തന്നെയാണല്ലോ. ഇയാളുടെ കൈ വളരെ വെയിറ്റ് ആയിരിക്കുന്നു. എന്താ ഇപ്പൊ ചെയ്യുന്നത്? മനസ്സിലാവുന്നില്ലല്ലോ. എഴുന്നേക്ക് ഹരി സിംഗ്, എഴുന്നേക്ക്, എഴുന്നേക്ക്, പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേക്ക്. നല്ലോണം കുടിക്ക്, നല്ലോണം കുടിക്ക്. വാങ്ങിച്ചോ. ഞാനാണ് പബ്ല. എല്ലാവരുടെ തലയിലും തബല വായിക്കും. തബല വേണ്ട, ഫ്ലൂട്ട് വായിക്കേ. വരൂ തബലക്കാരൻ ചേട്ടാ. ഇപ്പൊ എന്റെ ടേൺ. ഇവനെ വിട്ടേക്ക്, ഇവന്റെ തബല ഞാൻ വായിച്ചോളാം. എന്റെ ഫ്രണ്ടിന് തല്ലിയല്ലേ? എന്നാ പിടിക്ക. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് ചീറ്റിംഗ്, ഇത് ചതിയാണ്. തബല വായിക്കുന്നത് എന്റെ ജോലിയാണ്. പക്ഷെ നിങ്ങൾ എന്നെ തന്നെ തബലയാക്കി കളഞ്ഞല്ലോ. സോറി. ഒരു മനുഷ്യനെ വിശപ്പെടുക്കാൻ 2-3 എഞ്ചിൻ മോഷ്ടിക്കുന്നത് തെറ്റാണോ? 2 നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങൾക്ക് അവകാശമില്ലേ? പറയൂ, ഞങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങൾ എന്താ ചെയ്യാ? എന്താ നിങ്ങൾ ഇങ്ങനെ? നിങ്ങൾ ചെല്ല്, പോയിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കേ. വേണമെങ്കിൽ ഞങ്ങളുടെ ജീപ്പിന്റെ എഞ്ചിൻ പോലെ എടുത്തോണ്ട് പോയിക്കോളൂ. വിഷമിക്കട്ടോ. താങ്ക് യു, താങ്ക് യു. നിങ്ങളെ പോലുള്ള നല്ല മനുഷ്യരുടെ ജീപ്പ് എഞ്ചിൻ എടുക്കില്ല. ആരുടെങ്കിലും തലയിൽ തബല വായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നിൽക്കൂ. അല്ലാത്തവര് എന്റെ കൂടെ ഓടി വരൂ. ബട്ടു, നീ എന്താ ഈ ചെയ്തത്? ഇനിയിപ്പോ പ്ലേയേഴ്സിന് എഞ്ചിൻ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? അവരെങ്ങനെയാണ് റേസിൽ എടുക്കുന്നത്? ഈശ്വരോ, ഞാനിത് ആലോചിച്ചില്ലല്ലോ. വാ, പെട്ടെന്ന് പോവാം. വേഗം വാ. നമുക്ക് അവരുടെ വണ്ടിയെ ചേസ് ചെയ്യണം. വണ്ടിയുടെ എഞ്ചിൻസ് എല്ലാം അവരുടെ തന്നെ ഉള്ളത്. അല്ല, ഈ ഗട്ടും പട്ടും എവിടെ പോവാണ്? എഞ്ചിൻ കാണുന്നില്ലെന്നോ? ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ചമ്മക് സിംഗ് അവരെ ഫോളോ ചെയ്യേ. ഇന്ന് ഗട്ടും പട്ടും രക്ഷപ്പെടാൻ പാടില്ല. അവര് രക്ഷപ്പെടുന്നതിന് മുമ്പ് അവരെ പുറകിൽ ചെന്ന് പിടിക്കണം. ചമ്മക് സിംഗ് എന്നെ വിളിച്ചോണ്ട് പോടാ. ഗട്ടു, 5 എഞ്ചിൻ ചുമന്നു കൊണ്ടുവന്ന വണ്ടി പ്രഷർ കാരണം ടയർ അടയാളം കുറച്ച് അധികമായിട്ടുണ്ടാവില്ലേ? അത് നല്ല ഡാർക്ക് ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും. യെസ്, യെസ്, ഞാൻ കണ്ടുപിടിച്ചു. നമുക്ക് ഇത് ഫോളോ ചെയ്യാം. ഓക്കെ ബട്ടു, നേരെ പോ. ഇതേ വഴി നേരെ പോ. റൈറ്റ് എടുക്ക്, റൈറ്റ് എടുക്ക്. യെസ് യെസ് യെസ്, സ്ട്രെയിറ്റ് എടുക്ക്. ഈ ഇൻസ്പെക്ടർ മൻമാനി എന്തിനാ നമ്മുടെ പുറകെ വരുന്നത്? അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. വേണ്ട, പോകരുത്. കേട്ടോ
ബട്ടോ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ആ ടയറിന്റെ അടയാളം ഇവിടെയാണ് അവസാനിക്കുന്നത്. ബട്ടു എനിക്കറിയാം ഇവരെ. എടാ പിള്ളേരെ, ആരും ഉറങ്ങാൻ പാടില്ല, അലേർട്ട് ആയിട്ടിരിക്കണം, മനസ്സിലായോ? നാളെ വരെ ഈ എഞ്ചിൻ ആർക്കും കിട്ടാൻ പാടില്ല. ഇപ്പൊ ഞാൻ സന്തോഷത്തോടെ സ്വൈരമായി ഉറങ്ങാൻ പോവാ. നാളെ ഞാൻ റേസിൽ ജയിക്കണം. അതെ, നിങ്ങളൊക്കെ ആരാണാവോ? ഗട്ടു ബട്ടുവോ? ഇവര് രണ്ടുപേരും ദായമായാണല്ലോ. ഞാനാണ് ബാബ്ല, എല്ലാവരുടെയും തലയിൽ വായിക്കും തബല. ഗട്ടു സാറ്, നിങ്ങൾ പറഞ്ഞ പ്രകാരം 5 ഇഞ്ചിൻ മോട്ടിച്ചു വന്ന് ഞങ്ങൾ ഇതാ ഈ ജീപ്പിൽ വെച്ചിട്ടുണ്ട്. നാളത്തെ റേസിൽ നിങ്ങൾ തന്നെ ജയിക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ് സാറേ. താങ്ക് യു. All the best, sir. എന്റെ ഈശ്വരാ, ഗട്ടു, പട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എത്രയും പെട്ടെന്ന്. അപകടം നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട്. ഗട്ടോ ബട്ടോ, യു ആർ അണ്ടർ അറസ്റ്റ്. ഓടി രക്ഷപ്പെടാനെങ്ങാനും ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ഓ മൻമാനി സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നേ. ശരിക്കുള്ള കള്ളനെ ഞങ്ങൾ നിങ്ങൾക്ക് പിടിച്ചു തരാം. വാ പോവാം. അവിടെ നിൽക്ക്, ഞാൻ പറയുന്നു അവിടെ നിൽക്ക. വേഗം പോകാം. ബോസ് എഴുന്നേൽക്ക് ബോസ്. ഉറങ്ങുമ്പോഴും സ്വൈരം തരില്ലടാ. ഞാനൊന്ന് സ്വപ്ന ലോകത്തേക്ക് പൊക്കോട്ടെ. ബോസ്, ഇപ്പൊ നിങ്ങൾ എണീറ്റില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എഴുന്നേക്കാൻ പറ്റില്ല. ഉറങ്ങിക്കൊണ്ടിരിക്കുക. അതേ ബോസ്. എടാ ഒന്ന് വായ അടയ്ക്കടാ. എസിയുടെ തണുപ്പും പിന്നെ ഈ ചൂടും കൂടുമ്പോ നല്ല രസമുണ്ട്. എന്തൊരു സുഖം. ബോസ് ഇത് ഏസിന്റെ ചൂടല്ലോ, അത് നിങ്ങളുടെ പിന്നിൽ കത്തുന്നതിന്റെ ചൂടാണ് ബോസ്. എന്റെ ബാക്ക് സൈഡിലോ? എന്റെ ബാക്കിൽ എന്താണാ ഉള്ളത്? എന്തെങ്കിലും ചെയ്ത് തീ കടുത്ത് പൊള്ളണോ? വേഗം എന്തെങ്കിലും ചെയ്യേ. എടാ, തീ കടുത്താൻ പറഞ്ഞപ്പോ എന്നെ തല്ലിക്കൊല്ലാൻ നോക്കാണോ? ഫാനിട്, വേഗം ഫാനിട്. ഓക്കെ ബോസ്, ഫാൻ ഇട്ടിട്ടുണ്ടോ? എന്താ ചെയ്യുന്ന? വേഗം ജനാലടക്ക്. എന്താണ് ചെയ്യുന്നേ? തുറക്ക. എന്നെ ഓർത്തിട്ട് ജനാലടക്കാനല്ല പറഞ്ഞത്. ബോസ്, നിങ്ങൾ ഒരു പ്രാവശ്യം ഡിസൈഡ് ചെയ്യും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. അടുക്കാൻ പറയുന്നു, പിന്നെ പറയുന്നു തുറക്കുന്നു. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ഞങ്ങൾ നിങ്ങളോട് മിണ്ടില്ല. ഫാൻ ഓഫ് ചെയ്തിട്ട് ജനൽ തുറക്കടാ. ഇപ്പൊ തുറക്കാം ബോസ്. അതാ തുറന്നു. ബോസ് നിങ്ങൾ എങ്ങോട്ടാ ബോസ് പോകുന്നേ? എന്താ പറ്റിയ? നമ്മുടെ ബോസിന് എങ്ങോട്ടാ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും മൻമാനി സാറ് വന്നത് നന്നായെന്നേ. എല്ലാവരുടെയും എൻജിൻസ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ. പിന്നെ ഈ ഗെറ്റപ്പിന്റെ ഐഡിയ ഉണ്ടല്ലോ, അത് വളരെ നന്നായിട്ടുണ്ട് ഗട്ടു. ഇപ്പൊ ആ മന്മാനിക്ക് നമ്മൾ പിടിക്കാനേ പറ്റില്ല, നമുക്ക് ആ കള്ളന്മാരെയും പെട്ടെന്ന് പിടിക്കാനും പറ്റും. ഇപ്പോൾ വിശ്രാംപൂരിലെ ഇൻസ്പെക്ടർ മൻമാനി സാറിനോട് ഈ റേസ് ഉദ്ഘാടനം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അനങ്ങിപ്പോകരുത്.
ഈ രണ്ടുപേരും ഗട്ടുപട്ടു ആണെന്ന് തോന്നുന്നല്ലോ. മന്മാനി സാറേ, നിങ്ങൾ എവിടെയാണ്? വേഗം വരൂ. വേഗം വിട്, അനങ്ങി പോകരുത്. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഈ ഗട്ടൂണി ബട്ടൂണി ഞാൻ ഈ റേസിൽ തീർച്ചയായും ജയിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ആരാന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ നോക്കിയോ. ബട്ടു, നീ എത്രയും പെട്ടെന്ന് ബോണറ്റിൽ കയറി ഇരിക്കെ. ആ ക്രെയിൻ വെച്ച് എഞ്ചിൻ എടുക്കാൻ നോക്കുകയാണ്. അല്ലല്ല, എന്നെ എന്തിനാണ് പൊക്കെ? ഗട്ടു, നേരെ നോക്കി ഓടിക്കടാ. ആ ബസ് ഇതാ നമ്മൾ ഇടിക്കാൻ വരുന്നടാ. എന്നെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലേ. നിക്ക്. ട്രക്ക് വരുന്നു. സൂപ്പർ ഗട്ടു. നിങ്ങൾ എന്തിനാ എപ്പോഴും എന്നെ തന്നെ ഇങ്ങനെ എടുക്കുന്നത്? ഹലോ പ്രൊഫസർ, ഒന്ന് വേഗം വരണേ പ്ലീസ്. അയ്യോ ഗട്ടു, ട്രെയിൻ വരുന്നടാ. ബ്രേക്ക് അടിക്കടാ. വാവ് ഗട്ടു, നീ ഇന്റർനാഷണൽ കാർ റേസിൽ പോകേണ്ടവനാടാ. ഇന്റർനാഷണൽ കാർ റേസ്. അനങ്ങി പോകരുത്. ഈശ്വരാ. കുറച്ചുകൂടി സ്പീഡിൽ പോ ഗട്ടു. സ്പീഡിൽ പോ. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ റീച്ച് ആവും. പ്രൊഫസർ സാർ, കുറച്ചുകൂടി മുമ്പോട്ട്. ഗട്ടു, ഇനി കുറച്ചു ദൂരം കൂടി. പിന്നെ നമ്മൾ ഫിനിഷ് ലൈൻ ടച്ച് ചെയ്യും. പിന്നെ നമ്മളാണ് വിന്നർ. യെസ് ബട്ടു. ഇപ്പൊ നോക്കിയോ. എന്റെ ഗട്ടു, ഇതെന്തോ പെട്ടെന്ന് സൈഡിലുണ്ടായിരുന്ന ഓഡിയൻസും ഫ്രണ്ടിലുണ്ടെന്ന ഫിനിഷ് ലൈനും ഒന്ന് കാണാത്തെ. എന്നെ ഒരുപാട് പേര് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ റേസിന്റെ വിജയം എനിക്കാണ് കട്ടുപട്ടു. ഞാൻ എത്തിക്കഴിഞ്ഞു. ഞാനാണ് വിൻ ചെയ്യാൻ പോകുന്നത്. വില്ലത്തത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണ്. ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല. ബട്ടോ, നിങ്ങൾ റേസിൽ ജയിച്ചാലും നിയമത്തിന് മുൻപിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. എഞ്ചിൻ മോഷ്ടിച്ചതിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. മനസ്സിലായോ? മൻമണി സാറേ, ശിക്ഷ ഗട്ടുപട്ടുവിനല്ല ശേഷിക്ക് നൽകണം. അങ്ങ് ഗട്ടുപട്ടുവിന് ട്രോഫി നൽകൂ. ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിക്കടവിടെ, എങ്ങോട്ടാ ഓടുന്നത്? നിക്കവിടെ. ഇവനെ വിടരുത്.
Watch India's largest kids library only on Jio Hotstar. Download the app now.